മച്ചന്മാരെ, അപ്പോൾ എൻ്റെ ഒരു പുതിയ നിച്ചസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എവിടേക്കാണ് അറിയുമോ? ഇപ്പോൾ ഇന്നെൻ്റെ ട്രക്കിംഗ് ഡേ ആണ് റൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കോണാജെ കള്ളു എന്ന പ്ലേസിലേക്ക് പോകുന്നുണ്ട് റൈസ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പുറത്തെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടുണ്ട് റൈസ്. അതിൻ്റെ റൈസ് ഞാനിപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ടൗണിൽ ബൺസോഷ്യൽ എന്ന ടൗണിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്. സോ ആയിട്ടില്ല. ഹായ് പറയൂ ചിതാനന്ദ ബ്രോ, നിതിൻ ബ്രോ, ഹായ് പ്ലീസ്. നോക്കൂ റൈസ്, KL14 വണ്ടി ഇവിടെ പോകുന്നുണ്ട്, ബ്ലാക്ക്. ഇതാണ് നമ്മുടെ മാംഗ്ലൂർത്തെ ബൺസോഷ്യൽ എന്ന് പറയുന്ന സ്ഥലം. നോക്കൂ, ആണ് റൈസ്. ഇപ്പോൾ മൂടിപ്പിത്തിലെത്തിയിട്ടുണ്ട് റൈസ്. അങ്ങനെ നമ്മൾ സെലക്ട് ആക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ തിണ്ടി വേണമെന്ന് അറിഞ്ഞിട്ട്. ഇനി ട്രക്കിന് പോകുന്നു റൈസ്. റൈസ് ആണ് നിതിൻ ബ്രോ മിസ്സായിട്ടുണ്ടായി, അതുകൊണ്ട് ഇപ്പോൾ വരുന്നുണ്ട് റൈസ്. അങ്ങനെ നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്, അറിയില്ല ഇനിയും കുറേ വേണ്ടി വരും, അറിയില്ല, നോക്കണം റൈസ്. അങ്ങനെ നമ്മൾ മൂടിപ്പിത്തിര ടൗണിലുണ്ട് റൈസ്. കുറേ വെയിലുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ഉറപ്പത്തെ വെയിലാണ് റൈസ്. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. ഇതൊക്കെ കുറേ ഞാൻ വിചാരിച്ച ചെറിയ ടൗൺ ആയിരിക്കുന്നു, പക്ഷേ കുറേ വലിയ ടൗൺ തന്നെ. നോക്കൂ റൈസ്. അങ്ങനെ ബസ്സിൽ ഇരുന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആണ് നമ്മൾ എത്തിയിട്ടുണ്ട്, റീച്ച് ആയിട്ടുണ്ട്. സോ നൈസ്. അപ്പോൾ ഇറങ്ങിയ സ്ഥലം നമ്മൾ വേറെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഫ്രണ്ട്സ് പറയുന്നുണ്ട് നമ്മൾ മുമ്പ് തന്നെ എത്തണമായിരുന്നു. അപ്പോൾ കണ്ടക്ടർ നമ്മളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഇത് പ്ലേസ് എവിടെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ ഒരു ബോർഡും ഇല്ല. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കാണുന്നുണ്ട്, അറിയില്ല, നോക്കാം. റൈസ്. അപ്പോൾ ഇനിയും 1 കിലോമീറ്റർ ഇനി ഇവിടുന്ന് നടക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു റിക്ഷ നിപ്പിച്ചു. അൽപ്പുറത്തെ ലൈനിലെ 20 മിനിറ്റ്സ് നടപ്പേരുണ്ട്. ഡയറക്റ്റ് പോയി. ഓ മൈ ഗോഡ്. അങ്ങനെ കണ്ടു റൈസ്, നമ്മുടെ കോണാജെ കള്ളു. ഇതാണ് റോഡ്, പോകുന്ന റോഡ്. നോട്ട് അണ്ണന്തു ആಯ್ತಾ പോಪಣ ರೋಡ್ ಮಾತಾ സ്റ്റാർട്ടിങ് കിട്ടുന്ന റോഡ്. അപ്പോൾ റൈസ് നോട്ടു, ഇവിടെയാണ്, ഇതാണ് സ്റ്റാർട്ടിങ് കിട്ടുന്ന റോഡ്. ഇവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ട്, ഒരു ബസ് സ്റ്റോപ്പ്. ആദ്യം ഇറങ്ങിയിട്ട് ബസ് ഇവിടെ തന്നെ ഇറങ്ങും. നമ്മൾ പിന്നെ ബസ് ഡ്രൈവറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി നമുക്ക് കോണാജെ എന്ന പ്ലേസിലേക്ക് ഇറങ്ങണമെന്ന്. പക്ഷെ ആ കണ്ടക്ടർ ഒന്നും നമ്മളുടെ അടുത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി റൈസ്. അപ്പോൾ ഒരു മജ ഉണ്ടായി. അതായത് നോട്ടു റൈസ്, നോട്ടു ഇവിടെ കോണാജെ കള്ളു കാണുന്നുണ്ടോ? കുറേ ഹൈറ്റിലുണ്ട്. ഞാൻ വിചാരിച്ചു കാണുന്നപ്പോഴല്ല, കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. നോട്ടു റൈസ്. അങ്ങനെ നോട്ടു റൈസ്. അപ്പോൾ ആദ്യം ഇവിടെ പ്ലേസിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക് ഗുളിക ദൈവത്തിൻ്റെ ഒരു കട്ടയുണ്ട്. അതേപോലെ തന്നെ സ്വാമി കൊരടജ്ജ സാന്നിധ്യ എന്ന് പറയുന്ന ഒരു അതിൻ്റെയും കട്ടയുണ്ട്. പിന്നെ രണ്ടിൻ്റെ ഒരു ആശീർവാദം ഈ കോണാജെ കള്ളു എന്ന സ്ഥലത്തിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു റൈസ്. അപ്പോൾ റൈസ് നോട്ടു റൈസ്, മനോഹരമായ ഒരു പ്ലേസാണ് റൈസ് ഇവിടെ കോണാജെ കള്ളു എന്ന് പറയുന്ന. നോട്ടു റൈസ്, കുറേ വണ്ടികൾ നിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാവരും മുകളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവർ നേരത്തെ തന്നെ വന്നിട്ട്, ആക്ച്വലി നമ്മളും രാവിലെ തന്നെ വന്നിട്ട് ഒരു ട്രക്കിംഗ് റോഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായി. അപ്പോൾ ഒരു ബ്രോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ലേറ്റായി. അതുകൊണ്ട് കുറേ വണ്ടികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും
ടോപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇവിടുന്ന് പോകണം. ഇന്നത്തെ ഒരു ട്രക്കിൻ്റെ ഡേ അതാണ് ഗൈസ്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞുകൊണ്ടേ ഇങ്ങോട്ട് വരണം. അപ്പോൾ ആ പറഞ്ഞത് ഇന്ന് സാധിക്കുന്നുണ്ട്. അങ്ങനെ നിത്യം ബ്രോ ഷൂ ഒക്കെ കെട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് നോട്ടു ഗൈസ്. അങ്ങനെ ഇതാണെന്ത് ബ്രോ. അപ്പോൾ രണ്ടാളും ഇന്ന് ട്രക്കിങ് കയറും. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഒരു സൂപ്പർ ബൺ റൈസ്. അപ്പോൾ വെയിലിൽ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ട്രാവലിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന വ്യൂ ആണ് ഇതാണ് നോട്ടു റൈസ്. ഇതാണ് കോണാജെ കള്ളൂർ. നോട്ടു റൈസ് നോട്ടു. ഇവിടുന്ന് കുറേ അടിയിലുണ്ട്. നമ്മൾ ഇനിയും കയറിയിട്ട് മുമ്പോട്ട് പോകണം. വെള്ളം മൊട്ട കുടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കയറാൻ ട്രക്കിങ്. അപ്പോൾ റെഡിയല്ലേ നിത്യം ബ്രോ? അതെ. യോ മൈ ഗോഡ്, അവിടെ നോട്ടു റൈസ്. അവിടെ നോട്ടു ആൾക്കാരുണ്ട് നോട്ടു റൈസ്. അപ്പോൾ കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇന്നത്തെ ഒരു ദിവസം അടിച്ച് പൊളിക്കും റൈസ്. അറിയില്ല, കുറേ നമ്മുടെ ബാഗിലൊക്കെ കുറേ സ്നാക്സ് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് വിശക്കും, തീർച്ചയായിട്ടും വിശക്കും. ഇത് കയറിയാൽ അതും ഒടുക്കത്തെ വെയിൽ നമ്മൾ കയറുന്ന റൈസ്. നോട്ടു റൈസ്. ഇവിടെ ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. നോക്കാം പ്ലേസ് നോട്ടു റൈസ്. അടിപൊളിയാണ് ഇവിടുത്തെ. ആണാണ് റൈസ് നോട്ടു റൈസ്. അപ്പോൾ ഇവിടുത്തെ ഒരു മനോഹരമായ സ്ഥലമാണ് ഈ കോണാജെ കള്ളൂർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് മുമ്പോട്ട് പോകുന്നുണ്ട്. അവിടെ ഉണ്ട് നോട്ടു റൈസ്. ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് പുറകെയുണ്ട്. അപ്പോൾ റൈസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നിതിൻ ബ്രോൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ചിതൻ ബ്രോ ഇനിയും ആയിട്ടില്ല റൈസ്. ഇതൊരു ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്. ഇവിടെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കയറണം, ട്രക്കിങ് കയറണം. ഇനിയും കുറേ ഉണ്ട് കയറാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം. എന്നിട്ടും ഇവിടുന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് നോട്ടു റൈസ്. നമ്മളതിനെ തിണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്നാക്സ് മിക്സ്ചറൊക്കെ. അപ്പോൾ മനുഷ്യന്മാരെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇറങ്ങി റൈസ്. അവിടെ താഴെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അതൊരു റൈസ്. ഇവിടെ കറണ്ടിൻ്റെ വയറൊക്കെ ഉണ്ട്. കുറച്ച് ഡേഞ്ചറാണ് പ്ലേസ്. നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മൾ ഇവിടെയൊക്കെ വരണം. ഓ മൈ ഗോഡ്, എത്ര വലിയ പാറയാണ് നോക്കൂ റൈസ്. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. നോക്കൂ, പോയി അമ്പലത്തിൽ പോവാം. ഈ നാടകത്തിൻ്റെ കട്ടയാണ് ബ്രോ. നോക്കൂ റൈസ്, കാണുന്നുണ്ടോ? ഇത് ആ പാറൻ്റെ കല്ലിൻ്റെ അടിയിലുള്ള ഒരു അമ്പലമാണ് റൈസ്. നോക്കൂ, ശിവൻ്റെ അമ്പലമാണ് നോക്കൂ റൈസ്. ഇത് നോട്ടു റൈസ്. ഇവിടെ പോകുന്ന നോട്ടു റൈസ് നോക്കി. ഓ മൈ ഗോഡ് റൈസ്, നോട്ടു റൈസ്. ഞാനവിടെ പോയിക്കൊണ്ടിരിക്കുക. ഒരു വലിയ കല്ലാണ് അതിൻ്റെ അടിയിൽ. റൈസ് കാണുന്നുണ്ടോ? ആ ടോപ്പിൽ കാണുന്നില്ലേ? അവിടേക്ക് നമ്മൾക്ക് എത്തണം. ഇനിയും കുറേ ഉണ്ട്, കുറേ കാറ്റ് വരുന്നുണ്ട് റൈസ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ അടിപൊളിയാണ്. ഇത് കാട്ടിൻ്റെ ഉള്ളിൽ കല്ലിൻ്റെ മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നടക്കാനുണ്ട് റൈസ്. ആവുന്നില്ല, ഇനിയും കയറാനുണ്ട്. കുറേ കയറി മടുത്ത് റൈസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇവിടെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കാം. എഞ്ചുണ്ടോ? സൂപ്പറുണ്ട്. അപ്പോൾ അടുത്ത പോയിട്ടുണ്ട് റൈസ്. കാറ്റ് വീശുന്നുണ്ട് റൈസ്. ആവുന്നില്ല, കുറേ തണുപ്പ് കാറ്റ്. അപ്പോൾ ഓ മൈ ഗോഡ്, ഇവിടെ ഒരാളുണ്ട് നോട്ടൈസ്. കയറുന്ന നോട്ടിയാൽ നോട്ടൈസ് മൂളെ ഓപ്പണാ. വെച്ചിണ്ടാ റൈസ്. ഇതാണ് കോണാജെ കള്ളൂർ റൈസ്. ഇവിടെ കുറേ പേര് ടൂറിസ്റ്റ് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ
മോള് ഭർത്തനുണ്ട് പ്രൈസ് നാളെ കയറുന്നുണ്ട് ഇവിടെ ആവുന്നില്ല തീർച്ചയായിട്ടും. ഇതൊരു വലിയ കള്ള് തന്നെയാണ്. കോണാജ കള്ള് എന്ന് പറയുന്നത് ഒരു ചെറിയ കള്ളല്ല ഗൈസ്, കുറെ വലുത് കള്ളാണ്. Can you help me? ഗൈസ് നോട്ട് ഇതാണ് കോണാജ കള്ള്. അപ്പോൾ അതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടേക്ക് പോകണമായിരുന്നു, പക്ഷെ അവിടേക്ക് പോസിബിൾ അല്ല. മുകളിൽ ദുമ്മിത്ത് പോരാറുണ്ടോ? ഇജാന്ന് ചില ആൾക്കാർ പോയവരുണ്ടാവും, പക്ഷെ അങ്ങോട്ട് പോകുന്ന പോസിബിൾ അല്ല. അതാണ് റൈസ് നോക്കൂ, അവിടെ ആൾക്കാരുണ്ട്. റൈസ് നോക്കൂ, കുറേ ടോപ്പിലെത്തിയിട്ടുണ്ട് ആൾക്കാർ. നോക്കൂ, ഓ ഇതൊരു ഞാൻ ഇതുവരെ കാണാത്ത ഒരു കള്ളാണ് റൈസ്. ഓ ഇത് കോണാജ കള്ള്. അങ്ങനെ രണ്ടാൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കുറേ ടോപ്പിലേക്ക് കയറിയിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ത്? എന്നുണ്ട് പ്ലേസ് ഉണ്ട്, സൂപ്പർ അല്ലേ? സൂപ്പർ. ലൈഫിൽ ഇതുവരെ കാണാത്ത പ്ലേസ് അല്ലേ ഇത്? ഇവിടുത്തെ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. ഇവിടുന്ന് ചാടിയാൽ പിന്നെ ഒരു രക്ഷയില്ല. ಅದೇ ನಮ್ಮ ಆ ಸೈಡ್ ಹಿಡಿದು ಆತನ ಅಂದೆ ನಮ್ಮ ಆ ಸೈಡ್ ಬಣ್ಣಡ നമ്മട്ടൊന്ന് തോന്നുന്നതിനകത്താ നോക്കൂ പ്രൈസ്. അവർ ഏത് രീതിയിൽ വരുന്നതെന്ന് അറിയില്ല. അവിടെ കാണുന്നുണ്ടോ നിനക്ക്? ഇവിടെ ചില 2-4 ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്തൊരു ധൈര്യമാണ് പ്രൈസ്, അറിയില്ല. നോട്ട് പ്രൈസ്. അപ്പോൾ അത്ര ടോപ്പിൽ പോയിട്ട് എങ്ങനെ തിരിച്ച് വരുന്ന ഒരു രക്ഷയില്ല അവർക്ക്. എന്നിട്ടും അവർ ആ ദൂരെ ടോപ്പിലേക്ക് കയറിയിട്ട് പോയിട്ടുണ്ട്. അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറേ ദൂരെ കുറേ ടോപ്പിലുണ്ട് ഞങ്ങൾ. ഈ ലോകത്തിൻ്റെ ആകാശത്തിൻ്റെ തൊട്ടടുത്തുണ്ട് ഞങ്ങൾ. അവർ ഇറങ്ങുന്നത് നോക്കിയേ ഗൈസ്, അറിയില്ല. അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങുന്നത്. നോക്ക് കാണുന്നുണ്ട്. സൂമായി കുറേ സൂമാക്കി അത്ര ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല ഗൈസ്. ഇത്രയും ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ലൈനായിട്ട് ഗൈസ്. അപ്പോൾ മഴ കുറവായി ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള റെഡി ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ റൈസ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നല്ല പ്ലേസാണ് റൈസ്. അപ്പോൾ ഒരു രക്ഷയില്ല. വലിയ വലിയ ബണ്ട കള്ളു, പിന്നെ കോണാജ കള്ളു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് കള്ളാണ്. സോ റൈസ് അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അത് കുറേ ഹൈറ്റുള്ള ഒരു കള്ളമാണ് ഇത്, മെയിൻ കള്ളമാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതന്നെയാണ് കോണാജ കള്ളു. പിന്നെ അവിടെ താഴെ വരുമ്പോൾ ഒരു അമ്പലമുണ്ടായി. അവിടേക്ക് നമ്മൾ പോയിട്ട് അനുഗ്രഹമൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ കയറിയിട്ട് ടോപ്പിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. നോക്കൂ. അപ്പോൾ 1000 പില്ലർ ടെമ്പിളിലേക്ക് ഇനിയും പോകാനുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവിടുന്ന് നേരത്തെ ഇറങ്ങും. അപ്പോൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ ആയി എടുത്തിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഗൈസ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. കന്നഡ, മലയാളം, പിന്നെ തുളു, എല്ലാ ലാംഗ്വേജസിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. ഹിന്ദി സംതിങ് എല്ലാവരും. അതിനാണ് റൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇത് കേട്ടം ട്രക്കിൻ്റെ ഇനി കഴിഞ്ഞു. ഈ താഴോട്ട് ഇറങ്ങുന്നതാണ് റൈസ്. അപ്പോൾ ഓ മൈ ഗോഡ്, കുറേ പ്ലേസസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേമാതിരത്തെ ഒരു കള്ളു ഞാൻ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് റൈസ്. അപ്പോൾ ഒരു വെരി ഡിഫറെൻ്റ് ആണ് കള്ളു. വലുതാണെന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും വലിയ കള്ളു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കോണാജ കള്ളുണ്ട്. ഇതൊരു സ്പെഷ്യലാണ് റൈസ്.